നമ്മൾ പറയില്ലേ, ഇത് കാണാനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഈ തകർന്ന കുടുംബത്തിലേക്ക് എന്നെ എന്തിനാണ് കൊണ്ടുവന്നത്, ഈ മദ്യപാനിയായ ഒരാളോട് എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എന്നെ എന്തിനാ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിർത്തിയത്. നമ്മൾ പലരും ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുന്നുണ്ട്, എന്നെ എന്തിനാ ഈ വീട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്നു, ഈ വീട്ടിൽ എത്രയോ കല്യാണം വന്നോ, എന്നെ ഈ വീട്ടിലേക്ക്, ഈ നശിച്ച വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നു. ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. കണ്ണുകളടച്ച് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാൾ മുതൽ ഏറ്റവും പിറകിലുള്ള ഒരാൾ വരെയും ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് നിങ്ങൾ കണ്ണുകളടച്ചെന്ന് പ്രാർത്ഥിക്കാമോ? ഒരാൾ ദൈവത്തെ അറിയുന്തോറും, ദൈവവചനം അറിയുന്തോറും, അറിയുന്നതനുസരിച്ച് ആ വ്യക്തി ദൈവത്തിൻ്റെ അനുഗ്രഹവും ഒപ്പത്തിനൊപ്പം അനുഭവിക്കാൻ തുടങ്ങും. ഒരാൾ ദൈവത്തെ അറിയുന്നതനുസരിച്ച്, ദൈവവചനം അറിയുന്നതനുസരിച്ച് അയാളുടെ ജീവിതത്തിലും കുടുംബത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ ഉരുവാകും മുമ്പേ എന്നെ കണ്ട ഒരു ദൈവമുണ്ട്. എന്നെ ഉള്ളതുപോലെ എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുകളടച്ച് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ചെറിയ കാര്യങ്ങൾ പോലും ആലോചിച്ച് ഒത്തിരി സങ്കടപ്പെടുന്നവരാണ് പലരും. ചെറിയ കാര്യങ്ങൾ പോലും ആലോചിച്ച് ഒരുപാട് വിഷമിക്കുന്നവരാണ്. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറും, നിങ്ങളുടെ മനോദുഃഖങ്ങളൊക്കെ മാറും, വിഷമങ്ങളും വേദനകളും എല്ലാം മാറും. കാരണം ദൈവം അത് ഏറ്റെടുക്കുന്ന സമയമാണിത്. ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ്. എല്ലാവരും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണോ ഏറ്റവും പ്രാധാന്യത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, അതൊരനുഗ്രഹമായി തീരട്ടെ. വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ഇന്നൊരത്ഭുതത്തെ കാണും. അനുഗ്രഹം അനുഭവിക്കാൻ ദൈവം അടുത്ത് വിളിച്ചു കൊണ്ടുവന്നവരാ നിങ്ങൾ. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ദൈവം അടുത്തേക്ക് വിളിച്ചവരാണ് നിങ്ങൾ. അപ്പോൾ നമ്മളെക്കുറിച്ചൊരു ദൈവ പദ്ധതിയുണ്ട്. ഇങ്ങനെയാണ് പാട്ട്: ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കയ്യിൽ താങ്ങിയിടും. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. അർത്ഥമറിഞ്ഞെന്ന് പാടുമോ? ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കയ്യാൽ താങ്ങിയിടും, ഉന്നതനാം ഉടയവനേ. അർത്ഥമറിഞ്ഞെന്ന് പാടുമോ? ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കയ്യാൽ താങ്ങിയിടും, ഉന്നതനാം ഉടയവനേ. അതുകൊണ്ട് ശബ്ദമുയർത്തി പറയുവാണ്: യേശുവേ മാറാത്ത മിത്രമേ. പറഞ്ഞു. യേശുവേ ഉയിരിൻ്റെ ഉയിരാണ്. യേശുവേ മാറാത്ത മിത്രമേ. യേശുവേ ഉയിരിൻ്റെ ഉയിരാണ്. ഞാനൊരുവാകും മുൻപേ പറഞ്ഞു എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഞാനൊരുവാകും മുൻപേ
എന്നെ കണ്ടു. ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതന ഉടയവനേ. എല്ലാവരും പാടുമോ? ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതന ഉടയവനേ. അതുകൊണ്ട് ആ കരം അല്പം ഉയർത്തിപ്പിടിച്ച് യേശുവേ മാറാത്ത മിത്രമേ പറഞ്ഞു. യേശുവേ ഉയിരിന്റെ ഉയിരാ. ശബ്ദം ഉയർത്തി പറയുമോ? യേശുവേ മാറാത്ത മിത്രമേ. യേശുവേ ഉയിരിന്റെ ഉയിരാ. ആ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിക്കുമ്പോൾ പാട്ടുകാരൻ ഇത് പാടിക്കൊണ്ടിരിക്കും. യേശുവേ മാറാത്ത മിത്രമേ, എന്റെ ഉയിരിന്റെ ഉയിരാണ്. ശബ്ദമുയർത്തി അധരങ്ങളെ തുറന്ന് പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. ഇന്നൊരു അനുഗ്രഹമായി മാറണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജീസസ്. ഉയിരിന്റെ ഉയിരാണ്. യേശുവേ മാറാത്ത മിത്രമേ. യേശുവേ ഉയിരിന്റെ ഉയിരാണ്. കരങ്ങളെ താഴ്ത്തി ഇന്നൊരനുഗ്രഹം അനുഭവിക്കാൻ ദൈവം എന്നെ ഒരുക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടാകാൻ ദൈവത്തിൻ്റെ മഹാകരുണ ജീവിതത്തിൽ അനുഭവിക്കാൻ ദൈവം ഒരുക്കുന്ന ഒരു സ്ഥലവും ദൈവം ഒരുക്കുന്ന ഒരു സമയവുമാണിത്. ഏറ്റവും നന്ദി നിറഞ്ഞ മനസ്സോടെ ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ എന്നോട് സംസാരിക്കുന്നവയാകണമേ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് ഈ 3-ാം വെള്ളിയാഴ്ച ദിവസം വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ആലയത്തിൽ വന്നിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. നിങ്ങളിവിടെ വരാൻ കാണിച്ച നല്ല മനസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് തങ്കച്ചൻ ബ്രദറാണ് അതെന്നോട് പറഞ്ഞത്. ആ വാക്കിതാണ്: ഒരാൾ വിശ്വസിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവനൊരു നല്ല ഭാഗ്യം കൊടുക്കുമെന്ന്. ആ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പം ദൈവം കൊടുക്കുന്ന ഭാഗ്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരും. ഏതെങ്കിലും ഒരു ഭാഗ്യമല്ല, ദൈവം കൊടുക്കുന്ന ചില ഭാഗ്യം. ഹല്ലേലൂയ. അതനുഭവിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. നല്ല ഒരു ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളുക, മനസ്സിനെ ഒരുക്കിക്കൊള്ളുക. അതൊരനുഗ്രഹമായിട്ട് മാറും. ഇന്ന് ഒരു ആമുഖം പോലെ നിങ്ങളോടൊരു കാര്യം ദൈവവചനത്തിൽ പറയുകയാണ്. പ്രാർത്ഥിക്കുന്നതിന് ഫലമുണ്ടാകാൻ എന്തു ചെയ്യണമെന്ന് ഞാൻ എൻ്റേതായ ഒരു ബോധ്യത്തിൽ നിന്ന് നിങ്ങളോട് പറയുവാണ്. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്ന് ഒരുപാട് പേർക്കറിയാം. പക്ഷെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ചിട്ടൊന്നും അതിൻ്റെ ഒരു ഫലമില്ല. ഞാൻ പല സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥിച്ചു, എനിക്കതിൻ്റെ ഫലം കിട്ടുന്നില്ല. ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെയല്ല ഇവിടെ വന്നത്, ആഗ്രഹിച്ചല്ല ഇവിടെ വന്നത്, പ്രതീക്ഷയോടെയല്ല ഇവിടെ വന്നത്. ആ വന്നതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയണം.
ബുധനാഴ്ച ദിവസം തൊട്ട് ഇവിടെ വന്നവരുണ്ട്, ഇന്നലെ വന്നവരുണ്ട്, ഇന്ന് വന്നവരുണ്ട്. നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിക്കേ, എത്ര സമയം നിങ്ങൾ ദൈവസന്നിധിയിൽ ചെലവഴിച്ചു. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ചെലവഴിക്കുന്ന ഒരു സമയവും നഷ്ടമല്ല. അനുഗ്രഹമാണ്. ഇവിടെ പറയുന്ന ഓരോ വചനങ്ങളും ആരുടെയൊക്കെയോ ജീവിതങ്ങൾക്ക് സന്തോഷമാണ്, ആരുടെയൊക്കെയോ ജീവിതങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. അതൊരു സമ്പത്തായിട്ടാണ് ഞാൻ കാണുന്നത്, അതൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം ഇവിടെ ഇരിക്കുന്ന കുറേ മനുഷ്യരിലൂടെ ഞാനും എൻ്റെ കൂടെയുള്ളവരും അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചത് അനേകം മനുഷ്യരിലൂടെയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഓർത്ത് ഇന്ന് പ്രസംഗിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്, പക്ഷെ പലർക്കും ആ ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യം. എല്ലാവരും ഇത് ഒന്ന് മനസ്സിൽ കിട്ടുന്ന വിധത്തിൽ ശ്രദ്ധിക്കണം. വായിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ പോരെ, സത്യമായി ഞാൻ നിങ്ങളോട് പറയും. അപ്പം പറച്ചിലിന് തന്നെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എന്തോ ഒരു വലിയ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും, അടുത്ത വാക്ക് ഹൃദയത്തിൽ ശങ്കിക്കാതെ. അവിടെ നിർത്തിക്കേ. ആ വാക്ക് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ഹൃദയത്തിൽ ശങ്കിക്കാതെ അത് വിശ്വസിക്കുകയും ചെയ്താൽ അവന് ഏതാണോ ആ വ്യക്തിയുടെ പ്രാർത്ഥന അത് സാധിച്ചു കിട്ടും. അടുത്തതോ, അതിനാൽ ഞാൻ പറയുന്നു. ശ്രദ്ധിച്ചു. അടുത്ത വാക്ക് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്തെങ്കിലും കിട്ടുമെന്നല്ല, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് അത് ഹൃദയത്തിൽ ശങ്കിക്കാതെ. അതെന്നതാണെന്ന് ഞാൻ ചിന്തിച്ചു. അതിന് നിങ്ങൾക്ക് നമ്മുടെ എല്ലാം ഒരു കുഴപ്പമാണ് പറയാൻ പോകുന്നത്. നമ്മളൊരു കാര്യം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്നിട്ട് നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ നമുക്കറിയാം ഇത് ഈ പ്രാർത്ഥിച്ച ഗുണമുണ്ട്, വഴി തുറക്കും, ജോലി കിട്ടും, പ്രശ്നങ്ങളൊക്കെ മാറുമെന്നറിയാം. പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ, അല്ലെ ഒരു ദിവസം കഴിയുമ്പോൾ, നമ്മൾ തന്നെ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ മനസ്സിലും ചിലപ്പോൾ നമ്മുടെ വാക്കിലും നമ്മൾ പറയും, എങ്ങനെ നടക്കാനാ, ഇതൊന്നും നടക്കൂന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, എങ്ങനെ ശരിയാകാനാ. പ്രാർത്ഥിച്ചു, നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചു, തൊട്ടിപ്പുറത്ത് നമ്മൾ ചിന്തിക്കും, എനിക്കിതൊന്നും നടക്കും തോന്നുന്നില്ല, ഈ വിസ ശരിയാവും തോന്നുന്നില്ല, ഈ ജീവിതം ശരിയായി പോകുന്നു എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അവിടെ വരുമ്പോൾ ഈ ചിന്തകളാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലത്തെ ഇല്ലാതാക്കുന്നത്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നമ്മളിപ്പോൾ ചിലർ പാസ്പോർട്ട് എടുത്തു വെച്ച് പ്രാർത്ഥിക്കും, ചിലർ മണ്ണെടുത്ത് വെച്ച് പ്രാർത്ഥിക്കും, ചിലർ നിയോഗം എഴുതി പ്രാർത്ഥിക്കും. അത് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഹൃദയത്തിനകത്ത് സംശയിക്കാതെ ശങ്കിക്കാതെ അത് വിശ്വസിച്ചേ. അങ്ങനെ ആദ്യം തന്നെ പ്രാർത്ഥിക്കണം. ഒട്ടും സംശയിക്കാതെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തത് നിനക്ക് സാധിച്ചു കിട്ടിയിരിക്കും. അങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്മളിവിടെ ചിലപ്പോഴൊക്കെ പറയില്ലേ, ചുമ്മാ ഇതൊന്നും കാര്യമില്ല, ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എങ്ങനെ ശരിയാകാനാണ്? പിന്നെ പ്രാർത്ഥിച്ചു, നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ കാര്യങ്ങൾ ചിന്തിക്കരുത്. ഇങ്ങനെ വിശ്വസിച്ച്
ഞാനൊരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വീട് ദൈവം തരുമെന്ന് ഹൃദയത്തിൽ ശങ്കിക്കാതെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ഒരാളൊന്ന് മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ആ വ്യക്തി മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയരുത്. ആ വ്യക്തിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വസിച്ച് പറയുവാണ്, ആ വ്യക്തി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ പറയുന്നത് പോലെ ഹൃദയത്തിൽ ശങ്കിക്കാതെ ഞാനത് വിശ്വസിക്കുന്നു. ബൈബിൾ പറയുന്നു, അത് നിങ്ങൾക്ക് സാധിച്ച് കിട്ടുക തന്നെ ചെയ്യും, ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ആദ്യ മിനിറ്റുകളിൽ ഇതൊന്ന് പ്രാർത്ഥിച്ച്, ആദ്യ വചനം കേൾക്കാൻ തുടങ്ങിയ ആദ്യ മിനിറ്റിൽ തന്നെ ഇതൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾ ഒത്തിരി ആവശ്യങ്ങളോടെയാണ് ഇവിടെ കയറി ഇങ്ങനെ വന്നേ. ദൈവസന്നിധിയിൽ 5 മണിക്കൂർ, 6 മണിക്കൂർ, 8 മണിക്കൂർ, 10 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതു തന്നെയാണ് അത്ഭുതം നടക്കുന്ന സമയവും. ഇത് തന്നെയാണ് അപ്പുറത്തൊരു ദൈവപ്രവൃത്തി ഉടലെടുക്കാൻ കാരണമാകുന്നതും. ഇതൊരിക്കലും നഷ്ടമാവുകയില്ല. ഇവിടെ വരാൻ കാണിച്ച മനസ്സ്, അതിനുവേണ്ടി മുടക്കിയ പണം, അതിനുവേണ്ടി മാറ്റിവെച്ച ആരോഗ്യം, സകലതും നിനക്കൊരു അനുഗ്രഹമായി തീരട്ടെ. അങ്ങനെയെങ്കിൽ വിശ്വസിച്ച് ഇവിടെ ഇരിക്കുന്ന ചിലർ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനൊരു ജോലി, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം, ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു തലമുറ, സാമ്പത്തിക പ്രതിസന്ധികൾ, ആ പുതിയ ഭാഷ പഠിക്കുന്നത് എങ്ങനെ ശരിയാകാനാ, ഇതൊക്കെ നടക്കുമോ, എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നടക്കുമെന്ന്. ഈ ചിന്തകളെല്ലാം മാറ്റി നിങ്ങളാ ഇരിക്കുന്ന സ്ഥലത്ത് കണ്ണുകളൊക്കെ നടച്ച് ആദ്യം തന്നെ പ്രാർത്ഥിച്ച്, ഈ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നടക്കുമെന്ന് അങ്ങനെ പറയല്. വീട് പണി തുടങ്ങാൻ പോവുക, വീട് പണി എനിക്ക് തോന്നുന്നില്ല, 3-4 പ്രാവശ്യം ഞാൻ നോക്കിയതാ വീടൊക്കെ പണിയാ, ഒന്നും ശരിയായില്ല, പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇത് നടക്കും. അങ്ങനെ പറയരുത്, അങ്ങനെ ചിന്തിക്കരുത്. പിന്നെ എന്തു വിശ്വസിക്കണം? ആ ഭവനമണി പൂർത്തിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിവാഹം നടക്കുമെന്ന് ഞാൻ ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞിന് ആ രാജ്യത്ത് PR കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ രോഗം സൗഖ്യമാകുമെന്ന് ഹൃദയത്തിനകത്ത് ശങ്കിക്കാതെ ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. ലഭിക്കുക തന്നെ ചെയ്യും, അത് കിട്ടുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആ കണ്ണുകൾ അടച്ച് ഈ വചനത്തിൽ അപ്പുറത്ത് ചിന്തിക്കല്ലേ, ഇപ്പുറത്ത് പ്രാർത്ഥിച്ചിട്ട് അപ്പുറത്ത് ചിന്തിക്കല്ലേ, ഇതൊന്നും ശരിയാകൂന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതിനു മുമ്പ് ഞാൻ എന്തേരം പ്രാർത്ഥിച്ചതാ, ഇതിനു മുമ്പ് പലരും പറഞ്ഞതാ, എന്നിട്ടൊന്നും ശരിയാകാത്തത് ഇവിടെ പ്രാർത്ഥിച്ചാൽ ശരിയാകുമോ? ആ ചിന്ത നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലത്തെ ഇല്ലാതാക്കും. പ്രാർത്ഥിച്ചതിൻ്റെ ഫലം നഷ്ടപ്പെട്ടു പോകും. ഇന്ന് അനുഗ്രഹ എന്ന ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നതിൻ്റെ ഫലം ആർക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ. താഴെ ചാപ്പൽ ഇരിക്കുന്നവരായിരിക്കും, വരാന്തയിലായിരിക്കും, മുറ്റത്തായിരിക്കും, TV സ്ക്രീനിൻ്റെ സഹായത്തോടെ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഫലവുമായിട്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ മല കയറി ഇവിടെ വന്നത്, വണ്ടി യാത്ര ചെയ്ത് ഇവിടെ വന്നത്, വണ്ടി ഓടിച്ച് ഇവിടെ വന്നത്, ഇവിടെ 6 മണിക്കൂർ സമയം ചെലവഴിച്ചത്, ഇവിടെ 12 മണിക്കൂർ സമയം ചെലവഴിച്ചത് ഒരു നഷ്ടമാവുകയില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയായിരുന്നു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ബസ് കിട്ടിയില്ല, ഒത്തിരി കഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ വന്നത്. ആ അനുഭവിച്ച കഷ്ടപ്പാട് നിനക്കപ്പുറത്തൊരു അനുഗ്രഹമായും ഒരു നന്മയായും തീരട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച്, മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നാ കരങ്ങളെ അല്പം ഉയർത്തി, അത് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അനുഗ്രഹിക്കണമേ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ഇന്ന് വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്താം. നല്ല ഒരു കാര്യമാണ് തുടക്കത്തിൽ കേട്ടത്, പ്രാർത്ഥിച്ചത്. അടുത്തത് എന്നൊരു നല്ല കാര്യം ഇങ്ങനെ പറയുവാണ്, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും
ദൈവം എന്നെ കയറ്റും. ആമേൻ. ഞാനെന്ന് വിശ്വസിക്കുമോ? വിശ്വസിക്കാം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം എന്നെ രക്ഷിക്കും. ആമേൻ. അടുത്തത്, ദൈവം എന്നെ രക്ഷിക്കുമെന്ന് മാത്രമല്ല, നമ്മൾ മലയുടെ മുകളിലൊക്കെ ഓരോ പാറകൾ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും. കണ്ടാൽ നമുക്ക് തോന്നും അതിങ്ങ് ഉരുണ്ടു പോരുമെന്ന്. അത് ഉറച്ചാ നിൽക്കുന്നേ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി മലയുടെ മുകളിലൊക്കെ ഉറച്ചു നിൽക്കുന്ന പാറ പോലെ നിന്നെ ദൈവം ഒരു നല്ല സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തും. വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മക്കളെ വീണു പോകാത്ത വിധത്തിൽ, തകർന്നു പോകാത്ത വിധത്തിൽ ഉറപ്പിച്ചു നിർത്തും. ആമേൻ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം എന്നെ രക്ഷിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ള അവസ്ഥകളിൽ കഴിയുന്നവരുണ്ട്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും. ഇന്ന് ദൈവവചനം പറയുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ മാതാപിതാക്കളാണ്, കുടുംബജീവിതം നയിക്കുന്നവരാണ്. നിങ്ങൾക്ക് മക്കളുണ്ട്, മക്കളുടെ മക്കളുണ്ട്. അങ്ങനെ ഒരുപാട് കുടുംബമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരാണ്. എന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടാൻ, അവർക്ക് ആത്മീയമായി വളരാൻ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. ആമേൻ. എന്നാലേ അവർ രക്ഷപ്പെടത്തുള്ളൂ. ആത്മീയമായ ഒരന്തരീക്ഷം നമ്മൾ അവർക്കുണ്ടാക്കി കൊടുക്കണം. ഞാൻ ഈ ദൈവവചനത്തിലൂടെ അത് പറയാൻ ആഗ്രഹിക്കുവാണ്. ഒരു വാക്യം വായിക്കുവാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 41 അധ്യായം 7 വാക്യം. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. ഒന്നും കൂടെ ആ വാക്കൊന്ന് വായിച്ചേ, പതുക്കെ വായിച്ചേ. ദൈവഭയമില്ലാത്ത പിതാവിനെ ഒരപ്പനെ മക്കൾ കുറ്റപ്പെടും. പിള്ളേര് കുറ്റപ്പെടുത്തും. അതെന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? പൈസയില്ലാത്ത പിതാവിനെ എന്നല്ല, വീട് വച്ചിട്ടില്ലാത്ത അപ്പനെ എന്നല്ല, ബാങ്കിൽ അക്കൗണ്ട് പൈസയൊന്നും ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടില്ല എന്നതിൻ്റെ പേരിലല്ല കുറ്റപ്പെടുത്തുന്നത്. ഒന്നും കൂടെ ബൈബിൾ പറയുവാണ്. ദൈവഭയമില്ലാത്ത പിതാവിനെ ഒരപ്പനെ മക്കൾ നാട്ടുകാരല്ല, മക്കൾ കുറ്റപ്പെടുത്തും. പ്രാർത്ഥിക്കുന്നതിന് ഒത്തിരി വിലയുണ്ട്. പ്രാർത്ഥനയുള്ള ഒരപ്പനും അമ്മയും ആ വീടിൻ്റെ അനുഗ്രഹമാണ്. ആമേൻ. പ്രാർത്ഥനയില്ലാതെ ജീവിക്കാനാണ് പലർക്കും ഇഷ്ടം. പക്ഷേ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് പ്രാർത്ഥനയില്ലാത്ത സമയത്തെയുമാണ്. അവിടെയാണ് നമ്മൾ പലപ്പോഴും പല ചതിയിലും ചെന്ന് ചാടുന്നത്, നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. പ്രാർത്ഥനയിൽ കോട്ടം വരുമ്പോഴാണ് ജീവിതത്തിലും പലതിലും കോട്ടം വരുന്നത്, നഷ്ടം വരുന്നത്. ഇവിടെ എഴുതിയിരിക്കുവാണ്, ദൈവഭയമില്ലാത്തൊരപ്പനെ മക്കൾ കുറ്റപ്പെടുത്തും. എന്നാ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തും? അവർ പറയും അവൻ നിമിത്തമാണ്. അവർ പറയും, അപ്പാ നിങ്ങൾ കാരണമാ അവർ നിന്നെ അനുഭവിക്കുന്നു, ഞങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകാത്തെന്ന്. മക്കൾ പറയും, നിങ്ങൾ കാരണമാ ഞങ്ങൾക്കൊരു നല്ല കാലം ഇല്ലാതെ പോയത്, അപ്പം കാരണമാണെന്നും പറഞ്ഞ് മക്കൾ അപ്പനെ കുറ്റപ്പെടുത്തും. ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പനും അമ്മയും, നാളെ അപ്പനും അമ്മയും ആകാനുള്ളവരും കേട്ടോ, ദൈവഭയം, ദൈവഭക്തി അതൊരു തലമുറയ്ക്ക് കൂടി അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു കുടുംബമായി ജീവിക്കുന്ന ഓരോരുത്തരും കേട്ടെ, ഈ വാക്യം ഒന്ന് വായിക്കാൻ പോവുകയാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം. ഇത് 1-2 ആഴ്ചകൾക്ക് മുമ്പ് പ്രസംഗിച്ചതാണ്. പക്ഷെ മറ്റൊരു ഡൈമെൻഷനിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിച്ചത്. ഇത് വേറൊരു റൂട്ടിൽ ചിന്തിക്കുവാണ്. ഇതിനകത്ത് തക്കതായ കാരണമുണ്ട്. ഒന്നും കൂടെ എല്ലാവരും കേൾക്കുക. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആത്മീയമായി വളരാനുള്ള ഒരന്തരീക്ഷം വീട്ടിലുണ്ടാകണം. ആമേൻ. 5-6 മാസത്തിൽ ഒരിക്കൽ ഇതുപോലെ ആരാധിക്കുന്നൊരു സ്ഥലത്ത്, പ്രാർത്ഥനയുള്ള ഒരു സ്ഥലത്ത്
നിങ്ങളുടെ പിള്ളേർക്ക് അവധി കിട്ടുമ്പോൾ കൊണ്ടുപോയി കുറച്ചു നേരം പ്രാർത്ഥിക്കണം. 6 മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ അവരെ കൊണ്ടുപോയി പ്രാർത്ഥിക്കണം. വീട്ടിൽ അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങളുടെ മക്കൾ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഉറപ്പാണത്. ഇവിടെ 2 കാര്യങ്ങൾ വായിക്കുവാണ്. ഒന്ന് സാമുവേലിൻ്റെ പുസ്തകത്തിൽ അവിടെ 2 കാര്യങ്ങൾ എഴുതി. ഒരു പുരോഹിതനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, അവിടെ ജീവിച്ചിരുന്ന ഒരാളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഏൽക്കാനായിക്ക് 1-ാം അധ്യായം 2-ാമത്തെ വാക്യം, ഏൽക്കാനായിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഒരു ഭാര്യയുടെ പേര് ഹന്ന എന്നായിരുന്നു, പെനീനായും. ഇനി ആ ഹന്ന ചെയ്ത കാര്യമാണ് 10-ാമത്തെ വാക്യം. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. ഇതെല്ലാം കുറച്ച് നാൾ മുമ്പ് പ്രസംഗിച്ചതാ. പക്ഷെ അടുത്ത കാര്യം ശ്രദ്ധിക്കണം. ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതെല്ലാം ശരിയാണ്. ദൈവം ആഗ്രഹിച്ച കാര്യത്തെ ഹന്നായുടെ കയ്യിൽ ഏൽപ്പിച്ചും കൊടുത്തു. ഇനി 1-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചേ. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ഒരു വാക്കാണ്. പ്രാർത്ഥനയുള്ള അമ്മ ആ കുഞ്ഞിനെ പള്ളി കൊണ്ടുവന്നിട്ട് പറയുവാണ്, ആകയാൽ ഞാൻ ഈ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. അവൻ ജീവിതകാലം മുഴുവൻ ദൈവത്തിനുള്ളവനായിരിക്കും. ആമേൻ. ഇത്രയും ഒരു കാര്യം ചെയ്യും, നമ്മൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ്. എല്ലാവരും ഇവിടെ വരണമെന്നല്ല കേട്ടോ പറയുന്നത്. ഇതുപോലെ പ്രാർത്ഥനയും ആരാധനയുള്ള സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, കൈക്കുഞ്ഞുങ്ങളെ, 10 വയസ്സുള്ളതിനെ, 12 വയസ്സുള്ള, 20 വയസ്സുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി പറയണം, കർത്താവേ, എൻ്റെ ഈ മകനെ, എൻ്റെ ഈ മകളെ ദൈവത്തിന് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അവൻ ദൈവത്തിനുള്ളവനായിരിക്കും. നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിക്കേ. ആ മകനും മകളും ഒരു തരത്തിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകില്ല. ആ മക്കളുടെ ഐശ്വര്യം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഒരമ്മ ചെയ്ത കാര്യമാണ്. ഇന്ന് ഒത്തിരി അറിവും ജ്ഞാനവുമുള്ള പലരും ഇത് ചെയ്യത്തില്ലായിരിക്കാം. എനിക്കിതൊരു പുതിയ അറിവാണ്. ആ കുഞ്ഞിന് ആത്മീയമായി വളരാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടാക്കിക്കൊടുത്തു. നിങ്ങളും അത് ചെയ്യണം. നിങ്ങളുടെ മക്കൾ ഇവിടെ ഇല്ലായിരിക്കും, പക്ഷെ അവരും ഇവിടെ തൊട്ടടുത്ത് എൻ്റെ അടുത്തുള്ളതുപോലെ അവരെ മനസ്സിൽ കണ്ട് നിങ്ങൾ പറയണം, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ കൊച്ചുമകൻ, എൻ്റെ കൊച്ചുമകൾ ഇവിടെ ഉള്ളതുപോലെ മനസ്സിൽ കണ്ടിട്ട് പറയണം, അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവനെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി ഇത് പറഞ്ഞു പ്രാർത്ഥിക്കണം. അതിൻ്റെ അനുഗ്രഹം അവർക്ക് കിട്ടും. അടുത്തത്, അവർ കർത്താവിനെ ആരാധിച്ചു. അവർ എന്നാ എഴുതിയിരിക്കുന്നത്. അമ്മ മാത്രം ആരാധിച്ചെന്നല്ല, അവർ 2 പേരും ദൈവത്തെ ആരാധിച്ചു. ഇങ്ങനെയല്ലല്ലോ, കൊച്ചു ചെറുതല്ലേ, പിള്ളേരല്ലേ, വീട്ടിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ പോയി ആരാധിച്ച് പ്രാർത്ഥിച്ച് വരാമെന്ന് പറഞ്ഞ് കൊച്ചിനെ വീട്ടിലിട്ടേച്ചല്ല വന്നത്. ആ കുഞ്ഞിനെയും കൂടെ ആ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളിരിക്കുന്ന ഈ സ്ഥലം, ഈ പ്രദേശം ഒത്തിരി പേർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചൊരു സ്ഥലമാണ്. ഇവിടെ ഈ പ്രാർത്ഥന മാത്രമേ നടന്നിട്ടുള്ളൂ. വേറെ ഒരു പ്രോഗ്രാമോ സ്റ്റേജ് ഷോയോ ഡാൻസോ പാട്ടോ തുള്ളലോ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഈ വിശുദ്ധ കുർബാനയും ഈ കൊന്തയും ആരാധനയും നൊവേനയും വചനപ്രഘോഷണവും മാത്രമേ ഈ കെട്ടിടം പണിതേ പിന്നെ ഈ സ്ഥലത്ത് നടന്നിട്ടുള്ളൂ. നിങ്ങളിരിക്കുന്ന കസേരയിൽ കൂടി ഒരുപാട് പേർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചൊരു സ്ഥലത്തിരുന്നാ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹന്ന ചെയ്ത പോലെ നിങ്ങളുടെ മകനെ മകളെയൊക്കെ എത്ര വയസ്സായിക്കൊള്ളട്ടെ, എത്ര ചെറുതായിക്കൊള്ളട്ടെ, നിങ്ങളും മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ, എൻ്റെ മകനെ, എൻ്റെ മകളെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു.
ഒരു പൈസ ചെലവില്ലാത്ത കാര്യമല്ലേ? നിങ്ങളത് പ്രാർത്ഥിക്കുക. നിങ്ങളും സമയം കിട്ടുമ്പം അവരെ കൊണ്ടുവരുമ്പോൾ ഇവിടെയല്ല, എവിടെ ഒരു പള്ളിയിലോ ധ്യാനത്തിലോ പ്രാർത്ഥനയ്ക്കോ പോയാൽ നിങ്ങളത് പറയണം, എൻ്റെ മകനെ മകളെ ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നു, അവർ ദൈവത്തിനുള്ളവരായിരിക്കട്ടെ. അതൊരു ഭയങ്കര പ്രാർത്ഥനയാണ്. ഇത് കഴിഞ്ഞില്ല, ഇനി 18-ാമത്തെ വാക്യം, 2-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുവാണ്. ബാലനായ സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോകും. അപ്പൊ അമ്മ ചെറിയ പ്രായത്തിലെ കൊച്ചിനെ ആരാക്കി മാറ്റി? ശുശ്രൂഷകരാക്കി മാറ്റി. നമ്മൾ പറയില്ലേ, നമ്മളൊക്കെ ചിന്തിക്കുന്നത് തലമുടിയൊക്കെ നരച്ച് ഉത്തരവാദിത്വം എല്ലാം കഴിഞ്ഞ് ശരീരത്തിന് ചില ക്ഷീണമൊക്കെ ആയി ഇനി അധ്വാനിക്കാനൊന്നും പറ്റത്തില്ല, എന്നാൽ ശുശ്രൂഷ ചെയ്തേക്കാം എന്ന് ചിന്തിക്കും. പ്രായമായവരാ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ചിന്തിക്കും. ഇവിടെ ഒരു അമ്മ അത്രയും വർഷം മുമ്പ് ആ കൊച്ചു പ്രായത്തിൽ തന്നെ ആ മകനെ ആരാക്കി മാറ്റി? ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷക്കാരനാക്കി മാറ്റി. ആമേൻ. അപ്പം നമുക്ക് എത്ര കാര്യമായിട്ടാണ് ഓരോ ഘട്ടം ഘട്ടമായി ചിന്തിക്കണം. ആ കുഞ്ഞിനെ വളർത്താൻ, ആത്മീയമായി വളരാൻ ഒരമ്മ എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. ആമേൻ. ഇതൊരു ചടങ്ങായിട്ടല്ല. ഇനി എങ്ങനെ ചെയ്തേന്ന് എഴുതിയിട്ടുണ്ട്, വായിക്കുവാണ്. ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നത്. പള്ളിയിൽ പോകാൻ, ആരാധിക്കാൻ പോകാൻ അമ്മ അവന് ചണനൂലുകൊണ്ട് ഒരു പ്രത്യേക വിശേഷതയുള്ളൊരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത്. ആ വാക്ക് പ്രധാനപ്പെട്ടതാ. പുള്ളിക്കാരത്തി ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കാൻ പോയത്, എഴുതിയിട്ടുണ്ട്. ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത്, കെട്ടിയോന്റെ ഒപ്പം, ഭർത്താവിനോടൊപ്പം വർഷം തോറും പോകുമ്പോൾ അവന്റെ അമ്മ ചെറിയ ഉടുപ്പുണ്ടാക്കി അവന് കൊടുത്തിരുന്നു. ചുമ്മാ കിട്ടി ഒരു ഡ്രസ്സ് അലമാരിയിൽ നിന്ന് എടുത്തിട്ടേ ചോടുവല്ല. ആരാധിക്കാൻ പോയതെങ്ങനെയാ? ഭാര്യയും ഭർത്താവും ഒന്നിച്ച്, എഴുതിയിട്ടുണ്ട്. അവർ വർഷത്തിലൊരിക്കൽ ദൈവത്തെ ആരാധിക്കാൻ ഭർത്താവിനോടൊത്ത് പോകുമ്പോൾ, നിങ്ങളും കുടുംബമായി വർഷത്തിൽ ഒരിക്കലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ആരാധിക്കുന്ന സ്ഥലത്ത് കുടുംബമായി പോകണം. 5 ദിവസം ധ്യാനിക്കാൻ പറ്റിയില്ലേലും, 3 ദിവസം ധ്യാനിക്കാൻ സമയമില്ലേലും, ഒരു ദിവസത്തെ കുറച്ച് മണിക്കൂറുകളൊക്കെ ഇങ്ങനെ കുടുംബമായി പ്രാർത്ഥിക്കണം. മക്കൾ അനുഗ്രഹത്തിൽ വരാൻ അത് കാരണമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോയിട്ട് ഒരു വർഷം തോറും പോകുമ്പം ഈ അമ്മ കൊച്ചിന് ഇടാൻ ഏതേലും വസ്ത്രമല്ല, ചെറിയ ഒരു ഉടുപ്പുണ്ടാക്കി അവന് കൊടുത്തിരുന്നു. അടുത്തത് 20-ാമത്തെ വാക്യം. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് എൽക്കാനയെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചു. അവിടുത്തെ ആ പള്ളിയിൽ പോകുമ്പം പ്രാർത്ഥന കഴിഞ്ഞ് ജീവനും കൊണ്ട് ഓടിയെന്നല്ല, അവിടെ ദൈവനാമത്തിൽ നിൽക്കുന്ന പുരോഹിതൻ്റെ അടുത്തു നിന്ന്, അല്ലെങ്കിൽ ആ ശുശ്രൂഷക്കാരൻ്റെ അടുത്തു നിന്ന് ആ വ്യക്തിയിൽ നിന്നുള്ള അനുഗ്രഹവും മേടിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ഹന്നായ്ക്ക് ഒരൊറ്റ കൊച്ചല്ല ഉണ്ടായത്. ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി അവൾക്ക് 3 പുത്രന്മാരും 2 പുത്രിമാരും വേറെയും ഉണ്ടായി. ഒരു കൊച്ചുപോലും ഇല്ലാതിരുന്നയാൾ ഇപ്പോൾ 1-ലധികം കുഞ്ഞുങ്ങൾ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു. അത് ദൈവാനുഗ്രഹമാണ്. എഴുതിയിട്ടുണ്ട് താഴെ 21-ാമത്തെ വാക്യം. കർത്താവ് ഹന്നായെ കടാക്ഷിച്ചു. ഒരു പുരോഹിതന്റെ അല്ലെ ഒരു ദൈവ ശുശ്രൂഷകന്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ കടാക്ഷിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ദൈവം കടാക്ഷിക്കുന്ന, ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണിത്. ദൈവം നിങ്ങളെ തൊടുന്ന സമയമാണ്. ദൈവം നിങ്ങളെ ഏറ്റെടുക്കുന്ന സമയമാണ്. എന്നിട്ടോ 21-ാമത്തെ വാക്യം. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 3 ആൺപിള്ളേരും 2 പുത്രിമാരെയും 2 പെൺകുട്ടികളെയും പ്രസവിച്ചു. അപ്പം 6 മക്കൾ. സാമുവേലിനെ കൂട്ടി ഹന്നായ്ക്ക് 6 കുഞ്ഞുങ്ങളെ ലഭിച്ചു. 3 ആൺകുട്ടികളെയും 2 പെൺകുട്ടികളെ ലഭിച്ചു. ബാലനായ സാമുവേലാകട്ടെ കർത്താവിന്റെ സന്നിധിയിൽ വളർന്നു വന്നു. എങ്ങനെ എഴുതി? എവിടെ വളർന്നു വന്നു? കർത്താവിന്റെ ദൈവാനുഗ്രഹത്തിൽ വളർന്നു വന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവാനുഗ്രഹത്തിൽ വളർന്നു വരാനിടയാകട്ടെ. ഇന്ന് ചിലപ്പം ഒരു വയസ്സായ കൊച്ചായിരിക്കാം, ഗർഭിണിയായ ഒരു സ്ത്രീ ആയിരിക്കുക. നിങ്ങളിതെല്ലാവരും കേൾക്ക്.
ചെറുപ്പത്തിലേ നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് അവരെ വളർത്ത്. ചെറുപ്പത്തിലെ ദൈവ ശുശ്രൂഷയോട് ബന്ധമുള്ളവരാക്കി മാറ്റ്. അവർ അനുഗ്രഹത്തിൽ വളർന്നു വരും. അവരിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ ഭാഗ്യങ്ങൾ ഉണ്ടായി വരും. ഹല്ലേലൂയ. ഒരുപാട് പേർക്ക് അവരുടെ മക്കൾ ഒരു ഭാഗ്യമാണ്. ആണോ? ചിലരൊക്കെ പറയുന്നത് കേട്ടില്ലേ, യോ എങ്ങനെ കിടന്ന കുടുംബമാണത്, ആ പിള്ളേരൊരു ഭാഗ്യമാകട്ടോ, അതുകൊണ്ട് ആ കുടുംബം ഇന്ന് എന്തേരെയാ രക്ഷപ്പെട്ടത്. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഭാഗ്യമായി മാറും. അതാണ് തങ്കച്ചൻ ബ്രദർ മുമ്പേ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്. പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പം, ദൈവത്തോട് ബന്ധമുള്ളവനാകുമ്പോൾ ദൈവം തരുന്ന ഭാഗ്യം വീട്ടിൽ കയറി വരും. എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം കയറി വരും. അത് ദൈവം തരുന്ന ഭാഗ്യം കയറി വരും. നിങ്ങൾക്കും ആ ഒരു നല്ല ഒരു ദൈവാനുഭവം ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ചു പോകുന്ന നാളുകളിൽ, ഇന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ നാളുകളിൽ, ഈ നാളുകളിൽ ചില ഭാഗ്യങ്ങൾ ജീവിതത്തിൽ കയറി വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് സങ്കടത്തോടെ ആയിരിക്കും ഇവിടെ വന്നത്. നാളുകളിൽ ഒരു സാക്ഷ്യം പറയാൻ ചിരിച്ച മുഖത്തോടെ ഈ കല്ലിട്ട വഴി കയറി വരാൻ ഇടയാകട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് സങ്കടത്തോടെ വന്നു, ഇന്ന് കരഞ്ഞു, ഇന്ന് വിഷമിച്ചു, ഇന്ന് ഭാരപ്പെട്ടു വന്നു. നാളെ ഒരു സമയത്ത് ഈ മണ്ണിൽ കാല് ചവിട്ടുമ്പോൾ പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടി. ഹന്ന സാമുവേലിനെ കൊണ്ട് പള്ളിയിൽ വീണ്ടും ചെന്നതുപോലെ ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞ് വീണ്ടും കയറി വന്നതുപോലെ ഒരു സാക്ഷ്യം പറയാൻ, ഒരിക്കൽ കൂടി ഈ ആലയത്തിൽ കയറി വരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഈ മധുബഹയിൽ നിന്ന് ഞാനത് വിശ്വസിക്കുന്നു. ഞാനതങ്ങ് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറയുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്താം. എന്തുവാ പറഞ്ഞത് നിങ്ങൾക്കറിയാം. ഹന്ന ഒരു സാധാരണ സ്ത്രീയാണ്. ദൈവശാസ്ത്രജ്ഞയൊന്നുമല്ല, വലിയ പണ്ഡിതയൊന്നുമല്ല, ദൈവ കോളേജിൽ തിയോളജി ഒന്നും പോയി പഠിച്ച ആളുമല്ല, വലിയ ബൈബിൾ കോളേജിൽ പഠിച്ചു വന്ന വലിയ ഡോക്ടറൊന്നുമല്ല. ഒരു സാധാരണ വ്യക്തി. അവരുടെ കുഞ്ഞിനെ എങ്ങനെയാ ഒരു അനുഗ്രഹത്തിൽ വളർത്തിയെന്ന് കണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഇനി അപ്പുറത്ത്, ഇനി അടുത്ത കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇവിടെ ഈ പള്ളിയിൽ ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ്റെ പേരിവിടെ എഴുതിയിട്ടുണ്ട്. 1 സാമുവേലിൻ്റെ പുസ്തകം ഏലി എന്നൊരു പുരോഹിതനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എവിടെ എഴുതിയിട്ടുണ്ട്? 1-ാം അധ്യായത്തിൽ ഏലി പുരോഹിതനാണ്. കല്യാണം കഴിച്ച ഒരച്ഛനാണ്. പക്ഷെ പുള്ളിയുടെ മക്കൾ പിഴയാണ്, ഭയങ്കര മോശമാണ്. നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ പരാതിയാണ്. ഭയങ്കര പ്രശ്നക്കാരാണ്, നാണക്കേടാണ്. പുള്ളിയാരാണ്? പുള്ളി പള്ളിയിൽ അച്ഛനാണ്. പള്ളിയിലച്ഛൻ്റെ മക്കളോ ഭയങ്കര പ്രശ്നമാണ്. അതായത് എന്തെങ്കിലും ഇറച്ചി വേവിക്കുമ്പം അത് വേകുന്നതിന് മുമ്പ് മുപ്പല്ലി കൊണ്ട് കുത്തി എടുത്തുകൊണ്ട് പോകും. അപ്പം വേവിക്കുന്നവർ പറയും, അല്ല പിള്ളേരെ ഇത് വെന്തിട്ട് ഉള്ളത് വെന്താൽ മതി, ഇത്രയും മതി എന്ന് പറഞ്ഞ് നമ്മൾ സ്പൂണും പോർക്കും എന്ന് പറഞ്ഞാൽ മുപ്പല്ലി കൊണ്ട് കുത്തി പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നവർ. അങ്ങനെ വെറും കുഴപ്പക്കാർ. പക്ഷെ അപ്പനാരാ? അപ്പം പള്ളിയിൽ അച്ഛനാണ്, പുരോഹിതനാണ്. മക്കൾ ഭയങ്കര മോശമാണ്. എന്താ പുരോഹിതനെ പറ്റിയ തെറ്റെന്നറിയാമോ? കാര്യം പുള്ളി നാട്ടുകാർക്ക് വേണ്ടിയൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം മക്കളെ ആത്മീയ അന്തരീക്ഷത്തിൽ വളർത്താൻ പുള്ളിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് പുള്ളിയുടെ മക്കൾ ദുർമാർഗികളായിരുന്നു. അവർ ലക്ഷ്യത്തിലെത്തിയില്ല. അവർ അപകടത്തിൽ അധികം വൈകാതെ 2 പേരും മരിച്ചും പോയി. ഇത് അപ്പനെ ഭയങ്കരമായി വേദനിപ്പിച്ചു എന്ന് വേദപുസ്തകം എഴുതിയിട്ടുണ്ട്. പുരോഹിതൻ, ഒരു ഹന്ന എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീ പിള്ളേരെ വളർത്തിയത് ആത്മീയ അന്തരീക്ഷത്തെ പള്ളി കൊണ്ടുവന്നു, ദൈവത്തിന് സമർപ്പിച്ചു, പുരോഹിതൻ്റെ കൈവപ്പ് മേടിച്ചു, പുതിയ ഉടുപ്പുണ്ടാക്കി ആരാധനയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ ഭയങ്കര ശ്രദ്ധയോടെ വളർത്തിയപ്പോൾ ആ അമ്മയുടെ മകൻ ഒരു അനുഗ്രഹമായിട്ട് മാറി. എന്നാൽ പള്ളിയിലെ അച്ഛൻ ഏലി പുരോഹിതൻ ആ കല്യാണം കഴിച്ച് ജീവിക്കുന്ന പള്ളിയിലെ ഒരു പ്രീസ്റ്റാണ്, ഒരു പള്ളിയിൽ അച്ഛനാണ്. പക്ഷെ അദ്ദേഹം മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല, അവരെ ആത്മീയമായി വളർത്തിയില്ല. 2-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചേ. ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികൾ. ഏലി പുരോഹിതന പ്രീസ്റ്റാണ്, പള്ളിയിൽ അച്ഛനാണ്. പള്ളിയിൽ അച്ഛൻ്റെ പിള്ളേരോ? പുരോഹിതന്റെ മക്കൾ ദുർമാർഗികൾ.
പിന്നെയോ കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. പുള്ളി ആരെയും ബഹുമാനിക്കത്തില്ല. ദുർമാർഗികളും ദൈവത്തെ ബഹുമാനിക്കാത്തവരുമായി മാറി. ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഈ 1-ാം അധ്യായത്തിൽ ഞാൻ അരിച്ചു പെറുക്കി നോക്കി. ഈ പുരോഹിതൻ ഒരു പ്രാവശ്യമെങ്കിലും പിള്ളേരോട് പറഞ്ഞോ, മോനെ പള്ളി വന്ന് പ്രാർത്ഥിക്കുക? ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഹന്ന പറഞ്ഞു. ഒരു പ്രാവശ്യത്തിൽ ഒരു പുതിയ ഉടുപ്പുണ്ടാക്കി പള്ളിയിൽ ആരാധനയ്ക്ക് കൊണ്ടുപോകുന്നതോ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നതോ ഈ പ്രീസ്റ്റ് ചെയ്തത് കാണുന്നില്ല. പുള്ളി വലിയ ആളാണെങ്കിലും മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് മക്കൾ ദുർമാർഗികളായും സ്വഭാവത്തിൽ കുഴപ്പമുള്ളവരും ദൈവത്തെ ബഹുമാനിക്കാത്തവരുമായി മാറി. എന്നാൽ ഒരമ്മ ആ കൊച്ചിനെ ദൈവസാന്നിധ്യത്തിൽ സമർപ്പിച്ചപ്പോൾ ആ കൊച്ച് എവിടെ എത്തി? ദൈവത്തെ ബഹുമാനിക്കുന്നവനും. ബൈബിൾ ഒരു വാക്കുണ്ട്, അവൻ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ സാമുവേൽ ദൈവ സാന്നിധ്യത്തിൽ വളർന്നു വന്നു എന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങളും എങ്ങനെയാണ് വളരേണ്ടത്? മനുഷ്യർക്കും ഇഷ്ടമായിരിക്കണം നിങ്ങളുടെ മക്കളെ, ദൈവത്തിനും ഇഷ്ടമാകണം. നിങ്ങളുടെ അയൽവാസികൾക്കും പള്ളിക്കാർക്കും നാട്ടുകാർക്കും നിങ്ങളുടെ മക്കൾ പ്രിയപ്പെട്ടവരാകണം. അതുപോലെ വേണം അവർ വളർന്നു വരാൻ. ഹല്ലേലൂയ. ഇനി ഈ ഏലിയുടെ പള്ളിയിലച്ഛൻ്റെ പിള്ളേരെ കുറിച്ച് എഴുതിയിരിക്കുക. ജനങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചു വായിക്കണം. ഇറച്ചിയൊക്കെ വേകുന്നതിന് മുമ്പ് കുത്തിയെടുത്ത് അവർ കൊണ്ടുപോകും, പേടിപ്പിക്കും, ഞെട്ടിക്കും. ഇങ്ങോട്ട് എടുക്കാൻ പറയും. അത് വെന്തില്ലെന്ന് പറഞ്ഞാൽ അത് വെന്തത് മതി, അത് മുപ്പല്ലി കൊണ്ട് കുത്തി എടുത്തുകൊണ്ട് പോകും. ഇനി എന്തേലും പറഞ്ഞാൽ തിരിച്ച് അവർ ദേഷ്യപ്പെടും, ഭയങ്കര പ്രശ്നക്കാരായി മാറും. 12-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം. ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ മാനിച്ചില്ല. അവർ അതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെയോ 14-ാമത്തെ വാക്യം. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ആരെങ്കിലും ബലിയർപ്പിച്ച ഇറച്ചി മാംസം ബലിയർപ്പിക്കുമ്പോൾ പാകം ചെയ്യുമ്പോൾ പുരോഹിതന്റെ ഭൃത്യൻ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി, പാത്രത്തിൽ ഇറച്ചി വേവിക്കുമ്പോൾ അത് സ്പൂണും പോർക്ക് കൊണ്ട് കൊത്തുന്ന് പറഞ്ഞ പോലെ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതന് വേണ്ടി പുരോഹിതന് വേണ്ടി അത് എടുക്കും. അത് വെന്തില്ലെന്ന് പറഞ്ഞാൽ അത് കുത്തിപ്പിടിച്ച് എടുത്തോണ്ട് പോകും. അവർക്കൊന്നും അതൊന്നും ഒരു ബഹുമാനമോ ഒരു ആദരവോ ഒന്നും കൊടുക്കത്തില്ല. പള്ളിയിലച്ഛൻ്റെ പിള്ളേര് ഷീലോയിൽ നിന്ന് വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം അവർ ഇപ്രകാരമാണ് പ്രവർത്തിച്ചത്. കൂടാതെ മേധസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ബലിയർപ്പിക്കുന്നവനോട് പുരോഹിതന്റെ ഭൃത്യൻ വന്ന് പറയും, പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ കുറെ മാംസം തരിക. പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ ആ ഇറച്ചി ഇങ്ങോട്ട് തരിക. ഇനിയോ മേധസ് പച്ചമാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. പച്ചമാംസമല്ലാതെ വേവിച്ചത് എല്ലാം പിടിച്ച് മേടിച്ചുകൊണ്ട് പോവും. ആരുടെ മക്കൾ? ഏലി പള്ളിയിലെ പുരോഹിതൻ്റെ പിള്ളേര്. ഉഴപ്പന്മാരും പ്രശ്നക്കാരും. നാട്ടുകാർക്ക് തലവേദന, ദേശക്കാർക്ക് പ്രശ്നം, പള്ളിക്കാർക്ക് പ്രശ്നം. എന്നാൽ അപ്പുറത്ത് ഹന്നായുടെ മകനോ ശുശ്രൂഷക്കാരൻ, മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു വന്നു. എല്ലാവർക്കും അവനെ ഇഷ്ടമായിരുന്നു. എന്താ കാരണം? 2 മക്കളും എങ്ങനെയാണ് വളർന്നതെന്നാണ് ചിന്തിക്കുന്നത്. പുരോഹിതന് പുള്ളി പള്ളിയിലെ വലിയ ആളാണ്, സ്ഥാനവും നിലയും വിലയുണ്ട്. പക്ഷെ പിള്ളേരെ ആത്മീയമായി വളർത്താൻ ഒരു വിരളനക്കിയിട്ടില്ല പുരോഹിതൻ. അതുകൊണ്ട് ആ പിള്ളേർ നഷ്ടപ്പെട്ടു പോയി. ഇവർ എവിടെ എത്തിയില്ല. ഇവർ 2 പേരും മരിച്ചുപോയി. 31 മുമ്പ് ഇവർ അപകടത്തിൽ മരിച്ചുപോയി എന്ന് എഴുതിയിട്ടുണ്ട് വേദപുസ്തകം, ഈ 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ. എന്നാൽ പ്രാർത്ഥനയുള്ള ഒരമ്മ തൻ്റെ മകനെ ആത്മീയ അന്തരീക്ഷത്തിൽ വളർത്തിയപ്പോൾ ആ മകൻ എവിടെ എത്തിയെന്ന് എഴുതിയിട്ടുണ്ടെന്നറിയാമോ? വായിക്കാം അതെവിടെ എത്തിയെന്ന്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. സാമുവേലിന്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു. ഒന്നും കൂടി ആ വാക്ക് ഇതിനു മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. സാമുവേലിന്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, ഒരു രാജ്യമാണ്. ഒരു രാജ്യത്ത് മുഴുവൻ ആദരിച്ചു. ഈ കൊച്ചിൻ്റെ വാക്ക്, അവനൊരു വാക്കു പറഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ അത് കേട്ടനുസരിക്കുന്നവരായി മാറി. എന്നാൽ പുരോഹിതൻ്റെ 2 പിള്ളേരോ അവരാർക്കും ഇഷ്ടമില്ലാത്തവർ, ദുർമാർഗികളും പ്രശ്നക്കാരും. ഇറച്ചിയൊക്കെ വേകുന്നതിന് മുമ്പ് തന്നെ പുരോഹിതന് വേണമെന്ന് പറഞ്ഞ് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്തുകൊണ്ട് പോകുന്നവരും, വേവിച്ചതല്ല പച്ചമാംസം തന്നെ വേണമെന്ന് പറയുന്നവരും, എല്ലാം ക്രമം തെറ്റിക്കുന്നവരുമായി മാറി. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? എല്ലാവരും ശ്രദ്ധിച്ചേ. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കൊച്ചുമക്കൾ
നല്ലതുപോലെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ ആത്മീയമായ അന്തരീക്ഷത്തിൽ അവരെ ഉയർത്തിക്കൊണ്ട് വരണം. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള ധ്യാനങ്ങളോ പ്രാർത്ഥനകളോ നടക്കുന്ന സ്ഥലത്ത് ഒരു ദിവസത്തെ ഉച്ചവരെയുള്ള പ്രാർത്ഥനയിൽ കൊണ്ടുവന്ന് അവധി കിട്ടുമ്പോഴൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം. അവരത് കേൾക്കട്ടെ. പ്രാർത്ഥിച്ചില്ലേലും അവരെന്തൊക്കെയും ശ്രദ്ധിക്കുമല്ലോ, ചില സാക്ഷ്യങ്ങൾ കേൾക്കുമല്ലോ, അതവരെ ആത്മീയമായി വളർത്തും. ഇത് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചേ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കരുത്, എൻ്റെ മകനെ ഞാൻ അച്ഛനാക്കിയേക്കാം, എൻ്റെ മകളെ സിസ്റ്ററാക്കിയേക്കാം. ആ നേർച്ചയല്ല ഇത്. അവർക്ക് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ അവരങ്ങനെയൊക്കെ ആയിക്കോളും. അതിനുവേണ്ടി പ്രത്യേക നേർച്ചയും കാഴ്ചയൊന്നും വേണ്ട. പ്രാർത്ഥിക്കുന്നത് അവർ എവിടെയായാലും ഏത് ജീവിതാന്തസ്സിൽ ജീവിച്ചാലും അവർ ദൈവത്തിനുള്ളവരായിരിക്കും. അങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചേ. എന്നിട്ട് ആ കൊച്ചു വളരാൻ ചെറുപ്പത്തിലെ തന്നെ അവനെ ശുശ്രൂഷക്കാരനാക്കി മാറ്റി. അവൻ ശുശ്രൂഷ ചെയ്യാൻ പഠിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് വളർന്നു. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, 2 സ്ഥലത്ത് യേശുവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു. അതുപോലെ തന്നെ സാമുവേലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അവൻ ദൈവത്തിനും മനുഷ്യനും പ്രിയപ്പെട്ടവനായി വളർന്നുവെന്ന്. എന്താ അങ്ങനെ വളരാൻ കാരണം? അവൻ്റെ അമ്മയൊരു മിടുക്കിയായിരുന്നു. അതേപോലെ വളർത്താനുള്ള അന്തരീക്ഷം ആ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തു. ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരാൾ പോയി, അപ്പം പോയി, അമ്മ പോയില്ല, ഒരാൾ വീട്ടിൽ ഇരുന്നു എന്നല്ല, അവർ കുടുംബമായി. പാട്ട് പാടുമ്പോൾ ഒന്ന് പാടണം ജോണേ. നാനുവൻ വീടുവൻ വീട്ടാറനൈവരും ഒയാമൽ നன்றി സൊല്ലോ. ഒരു കറുപോലെ കാത്തീരെ. ഞാനും എൻ്റെ വീടും എൻ്റെ വീട്ടുകാരും ഒരുമിച്ച് വരണം. ഇന്നെന്നല്ല, അടുത്ത വെള്ളിയാഴ്ച വരണമെന്നല്ല, എന്നേലും സമയം കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്ത് കുടുംബമായി വരണം. മക്കളെ കൂടെ കൂട്ടിക്കൊണ്ട് വരണം. അത് അവർക്കൊരു അനുഗ്രഹമായിട്ട് വരും. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ നാളെ ഒരു സമയത്ത് നിങ്ങൾ മാതാപിതാക്കളാകും. നിങ്ങളുടെ മക്കളുടെ തലമുറകളുടെ ഐശ്വര്യം കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ അതൊന്നും മനസ്സിൽ കണ്ടുകൊണ്ട് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മക്കളുടെ തകർച്ചയല്ല കാണുന്നത്, മക്കളുടെ ഐശ്വര്യം. ദൈവം അവർക്ക് കൊടുക്കുന്ന ഭാഗ്യം നമുക്കും കൂടെ കാണാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. നാനും എൻ വീടും എൻ അങ്ങനെ വരുമോ? ഇങ്ങനെ ഒരു അനുഗ്രഹം അനുഭവിക്കുമ്പോഴേ, നല്ലൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരവൊക്കെ കിട്ടുമ്പോഴേ ഈ പാടിയതുപോലെ വരണം കേട്ടോ. നാനും എൻ വീടും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ഈ പള്ളി വരും. എന്തിനെന്നറിയോ? ഒരു നന്ദി പറയാൻ, ഒരു അനുഗ്രഹം പറയാൻ. ആമേൻ. കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് പറയുവാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു, 2 കുടുംബത്തെയാണ് കണ്ടത്. അത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നത്. നിങ്ങളുടെ മക്കൾ നല്ല അനുഗ്രഹത്തോടെ വളരാൻ അതിന് പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അത് പള്ളിയിലാണേലും ഉണ്ടാകണം, അത് നാട്ടിലായാലും ഉണ്ടാകണം, നമ്മുടെ വീട്ടിലായാലും ഉണ്ടാകണം. ഇല്ലെങ്കിലോ ശരിയാകത്തില്ല, ഉദ്ദേശിച്ച ഫലം കിട്ടത്തില്ല. ഇനി ഒരു വാക്യം ഞാൻ വായിക്കും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 37-ാം അധ്യായം. അവിടെ സാഹചര്യം മോശമാണ്. എൻ്റെ ഹെഡിങ് എന്നാന്ന് വായിച്ചേ. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് അസ്ഥികളുടെ താഴ്വര. കുറച്ചുകൂടെ മലയാളത്തിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ എല്ലുകളുടെ, കുറേ മനുഷ്യന്മാർ, മരിച്ചുപോയ മനുഷ്യരുടെ ചീഞ്ഞു പോകാത്ത എല്ലുകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന അസ്ഥിക്കുഴി. എല്ലുകുഴി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അസ്ഥിക്കുഴി പണ്ട് കാലത്തെ ഓരോ പള്ളിയിലെയും സിമിത്തേരികളിൽ ഒരു ഭാഗം അസ്ഥിക്കുഴിയാണ്. നിശ്ചിത വർഷം ഒരാൾ മരിച്ചു കഴിഞ്ഞ് നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം ആ അസ്ഥിക്കുഴിയിലെ ബാക്കിയുള്ള എല്ലുകളെല്ലാം ഒരു കൊട്ടയ്ക്കകത്തോ ഒരു ചാക്കിനകത്തോ എടുത്ത് അപ്പുറത്തെ കോമണായി പൊതുവായിട്ടുള്ള കുഴിയിൽ കൊണ്ടുപോയിടും. അതാരുടെ എല്ലുകളാണെന്ന് ആർക്കും തന്നെ അറിയത്തില്ല. ഏതെല്ലുകൾ? കുഴിയിൽ നിന്നെടുത്ത എല്ലുകളല്ല, അസ്ഥിക്കുഴിയിൽ കിടക്കുന്ന എല്ലുകൾ.
കുറേ മനുഷ്യരുടെ അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുന്ന കുഴിയാണ്. അതിനകത്ത് ഒന്നിലധികം തലയോട്ടികളുണ്ട്, ഒന്നിലധികം കൈയുടെ എല്ലുണ്ട്, കാലിൻ്റെ എല്ലുണ്ട്, നട്ടലിൻ്റെ ചില ഭാഗമുണ്ട്. ഇതാരുടെയാണെന്ന് ഇപ്പോൾ അറിയത്തുമില്ല. പക്ഷെ തകർന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അത്ഭുതം ചെയ്യാൻ ദൈവം എന്ത് ചെയ്തു എന്നറിയോ? ഒരു പ്രവാചകനെ വിട്ട് അവിടെ ആദ്യം ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. ആമേൻ. നേരെ പോയി അത്ഭുതമല്ല, അവിടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. ആ അന്തരീക്ഷം ഉണ്ടാക്കിയതിന് ശേഷമാണ് സൈന്യത്തെ പോലെ ഒരു കൂട്ടം അവിടെ നിന്ന് ഉയർന്നു വന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കാരണം നിങ്ങളുടെ വീട്ടിലൊരു നല്ല ഉയർച്ചയുണ്ടാകാൻ, നിങ്ങളിലൂടെ നിങ്ങളുടെ വീട്ടിൽ ചില സാഹചര്യങ്ങളെ ദൈവം ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. വിശ്വസിക്കുന്നു. അത്രയും ചിന്തിക്കും. എൻ്റെ വീട്ടിൽ എല്ലാവരും വന്നില്ല, സാരമില്ല, ഞാൻ മാത്രമേ വരുന്നുള്ളൂ, ബാക്കി ആർക്കും ഇഷ്ടമല്ല, വേണ്ട. നിങ്ങളിലൂടെ ചിലപ്പോൾ നിങ്ങൾ ദൈവം നിയോഗിച്ചൊരു പ്രവാചകനോ പ്രവാചകയോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ വീടിനെ സംബന്ധിച്ച്. നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് അതിലൂടെ ആയിരിക്കും നിങ്ങളുടെ വീട് നാളെ ഒരു അനുഗ്രഹത്തിലേക്ക് ഉയരാൻ നിങ്ങളെന്ന വ്യക്തിയെ കൊണ്ട് ദൈവം അതങ്ങ് ഒരുക്കിയെടുക്കും. അതൊരനുഗ്രഹമാണ്. നോക്ക് 37-ാം അധ്യായം. ഇനി എസക്കിയേൽ പറയുവാണ്, 37-ാം അധ്യായം 1-ാമത്തെ വാക്യം. കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ കരം എൻ്റെ മേത്ത് വന്നു. അങ്ങനെയൊക്കെ വരുമോ? നമ്മളിങ്ങനെ പ്രാർത്ഥിക്കില്ലേ? ചിലപ്പോൾ പ്രാർത്ഥിക്കില്ലേ, ദൈവമേ, ചില നിയോഗങ്ങൾ എടുത്തു പിടിച്ച് പാസ്പോർട്ടൊക്കെ എടുത്തു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ ചില സമയത്ത് നമുക്ക് തോന്നും ആ എടുത്തു പിടിച്ചിരിക്കുന്ന പാസ്പോർട്ടിൽ ദൈവത്തിൻ്റെ കരം വന്നതുപോലെ. ചിലരിങ്ങനെ ഈ ഹാർട്ടിന് ഓപ്പറേഷനൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞെക്കിപ്പിടിച്ച് പ്രാർത്ഥിക്കും, ദൈവമേ ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകണമേ, എനിക്ക് ഓപ്പറേഷനൊക്കെ ഭയങ്കര പേടിയാണ്, ഹോസ്പിറ്റലിൽ പേടിയാണ്, ഇതൊക്കെ എനിക്ക് ഭയമാണ്, എനിക്ക് എന്തൊക്കെയോ പേടിയും അസ്വസ്ഥയും തോന്നും. ചിലരങ്ങനെ അവർ ഉള്ളുകൊണ്ട് അവർക്ക് പറ്റുന്നത് പോലെ പ്രാർത്ഥിക്കും. നമുക്ക് ചിലപ്പോൾ ആ വ്യക്തിയിൽ കാണാം ദൈവത്തിൻ്റെ കരം അയാളുടെ ചങ്കിൻ്റെ ഭാഗത്ത് ഇരിക്കുന്ന പോലെ. ഇതുപോലെ എസക്കേൽ ഒരു ഫീലിംഗ് ഉണ്ടായി, ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ വന്നു. എന്നിട്ടോ അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്നു നിർത്തി. ദൈവത്താൽ നയിച്ച് എവിടെ കൊണ്ടുവന്നു? അസ്ഥികൾ നിറഞ്ഞ. എന്നാ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, നീ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ അസ്ഥികളുടെ താഴ്വരയിൽ ചെറിയ കാര്യം ചെയ്യാം. അല്ല, അവിടെ നിന്ന് ആത്മാവിനാൽ നയിച്ച് അസ്ഥികൾ കുഴഞ്ഞ് മറിഞ്ഞ് ഒരു കുഴിയുടെ അടുത്ത് കൊണ്ടുവന്നു. ഒരു പ്രവാചകനെ വച്ച് അവിടെ ഒരു അത്ഭുതം ചെയ്യാൻ പോവുക. ചിലരെ ദൈവം നിയോഗിക്കുന്നത് ഇന്ന് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൻ്റെ മേൽ ചില അത്ഭുതങ്ങളെ കൊണ്ടുവരാനാണ്. ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരാളായിരിക്കാം, ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അങ്ങനത്തെ ഒരാളാണ്. അവിടെ എഴുതിയിട്ടുണ്ട് ആത്മാവിനാൽ നയിച്ച്. അപ്പം നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ചില സ്ഥലത്ത് ഭയങ്കര മഴയായിരുന്നു, ചില സ്ഥലത്ത് റോഡ് പ്രശ്നമാണ്, വണ്ടി കിട്ടിയില്ല. പിന്നെയും ഇഷ്ടത്തോടെ എന്തിനാ ഇവിടെ കയറി വന്നത്? ഇവിടെ ഗ്രാൻഡ് ഫുഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടോ, ഇവിടെ എല്ലാവർക്കും ബിരിയാണി ഉച്ചയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, ഇവിടെ കഞ്ഞിയും പയറുവാന്ന് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ ദേശീയ ഭക്ഷണം കഞ്ഞിയും ഉണക്കപ്പയറുവാന്ന് എല്ലാവർക്കും അറിയാം. അതിന് ഇത്രയും രുചിയുള്ളെന്നും അറിയാം. പിന്നെന്തിനാ വന്നത്? നിങ്ങൾ വന്നത് കഞ്ഞിയും പയറും പ്രതീക്ഷിച്ചോ? ഇവിടെ ഇരിക്കാൻ എല്ലാവർക്കും സെറ്റിയുണ്ട്, നല്ല ചാരുന്നൊരു കസേരയുണ്ട് എന്നോർത്തിട്ടുമല്ല, നിങ്ങൾ ആത്മാവിനാൽ ദൈവം നയിച്ചു കൊണ്ടുവന്നവരാണ്. അല്ല ഇവിടെ ഇരിക്കത്തില്ല. അല്ല ഈ ഉച്ച സമയത്ത് 100 കൂട്ടം പണിയുള്ള സമയത്ത് ഇവിടെ ഇരിക്കുമോ? ഒരിക്കലും ഇവിടെ ഇരിക്കില്ല. നിലത്തിരിക്കുമോ? വീട്ടിൽ പോലും നിലത്തിരിക്കാം പറ്റാത്ത ആൾക്കാർ ഇവിടെ വന്നാൽ നിലത്തിരിക്കും. അവരെത്ര കഷ്ടപ്പെട്ടു ഇരിക്കും, ഇത്രയും മണിക്കൂർ. ഇവിടുത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ 5 മണിയാവും വൈകുന്നേരം. 2 മണിക്ക് തീർന്നാലും ഇവിടെ ഗേറ്റ് എല്ലാം തുറന്നിട്ടാലും ആരും പോകത്തില്ല, ഇവിടെ നിൽക്കുക. 2, 3 മണി, 4 മണി, 4:30, 5 മണി വരെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അങ്ങ് വരെ ക്യൂ കാണും. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വേഗം വീട്ടിൽ പോയി കൂടെ? വണ്ടിയില്ലേ? വണ്ടിയുടെ താക്കോലില്ലേ? വണ്ടിക്കകത്ത് എണ്ണയുണ്ടല്ലോ, ബസ്സുണ്ടല്ലോ, എന്താ പോകാത്തത്? ചില സമയത്ത് നമ്മൾ പോകാൻ ആഗ്രഹിച്ചാലും പോകൂല. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടും ചിലർ. ഇവിടെ എല്ലാ വാതിലും തുറന്നല്ലേ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആ കടയിൽ പോയി ഇരുന്നു കൂടെ? വടുവഞ്ചാലയിൽ ഒരു ബേക്കറി പോയിരുന്നു കൂടെ? ഒരു ചായക്കടയിൽ പോയിരുന്നു കൂടെ? വേണ്ട അമ്പലവയിൽ വരെ പോയി അവിടെയുള്ള എന്തെങ്കിലും കാഴ്ചകൾ കണ്ട് ഉച്ചയാകുമ്പോൾ തിരിച്ചു വന്നുകൂടെ? എന്താ ഇവിടെ ഇരിക്കുന്നത്?
നിങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെട്ടവരാണ്. ഇതൊരു നമ്മൾ കാണാത്തൊരു കാര്യം നമ്മളെ നയിക്കുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് കയറിയത്. യാദൃശ്ചികമല്ല, മണ്ടത്തരവുമല്ല, അബദ്ധത്തിൽ വന്നു പെട്ടതുമല്ല. ദൈവനിശ്ചയമാണ്. ആത്മാവിനാൽ നയിച്ച് എവിടെ എത്തി? അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് അസ്ഥി ഊട്ടി ഫ്ലവർ ഷോ കാണാനൊന്നുമല്ല കൊണ്ടുപോയത്, ഒരു കുഴി കാണാനാണ് കൊണ്ടുപോയത്. നമ്മൾ പറയില്ലേ, ഇത് കാണാനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഈ തകർന്ന കുടുംബത്തിലേക്ക് എന്നെ എന്തിനാണ് കൊണ്ടുവന്നത്? ഈ മദ്യപാനിയായ ഒരാളോട് എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിർത്തിയത്? നമ്മൾ പലരും ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് ഈ വീട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്നത്? ഈ വീട്ടിൽ എത്രയോ കല്യാണം വന്നത് എന്നെ ഈ വീട്ടിലേക്ക്, ഈ നശിച്ച വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നു. ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്തിനാ ഇങ്ങനെ ഒരു സാഹചര്യം? ഇവിടെ അസ്ഥികൾ നിറഞ്ഞ അല്ലെങ്കിൽ ഒരു ഫ്ലവർ ഷോ കാണാനൊന്നുമല്ല ദൈവം കൊണ്ടുപോയത്. കണ്ണിന് അഴകുള്ളതൊന്നും കാണാനല്ല, കണ്ടാൽ പേടിക്കുന്ന അസ്ഥികൂടം കാണാൻ. ആരെ കൊണ്ടുപോയി? എസെക്കിയേലിനെ കൊണ്ടുപോയി. എന്നിട്ടോ അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇവിടെ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. ഒരാളെ വച്ച്, ഒരു പ്രവാചകനെ വച്ച് അവിടെ വട്ടം നടത്തുന്നു, കാണാൻ പറയുന്നു, ഇനി പ്രസംഗിക്കാൻ പറയും. വായിക്കാം. അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. വളരെയേറെ ഉണ്ടായിരുന്നു, കുറേ അസ്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, അല്ലോ പ്രവാചക, ഇത് കണ്ടിട്ട് നിനക്ക് എന്നാ തോന്നുന്നു, എന്നാ ഫീലിംഗ്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ഒന്നും തോന്നുന്നില്ല. അപ്പോൾ ദൈവം ചോദിച്ചു, പ്രവാചക, ഈ കുഴി കിടക്കുന്ന എല്ലിന് ജീവിക്കാൻ പറ്റുമോ? ഇനി മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ? പ്രവാചകൻ ബുദ്ധിമാനായോണ്ട് മറുപടി പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല. ഈ അസ്ഥിക്കുഴി കിടക്കുന്ന അസ്ഥികൾ ജീവിക്കത്തില്ലെന്ന്, ഇനി അതിനെക്കൊണ്ട് ഒറ്റ ഉപയോഗമേ ഉള്ളൂ, അത് ഇടിച്ച് പൊടിച്ച് തെങ്ങിന് വല്ലോ എല്ല് വളവാക്കാം, അതിനപ്പുറത്തേക്ക് അതിനെക്കൊണ്ട് ഒന്നിനും കഴിയത്തില്ല. പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയില്ല. പക്ഷെ ദൈവം പറയുവാണ്, നീ ഇപ്പോൾ കാണുന്ന ഈ കുഴിയിൽ കിടക്കുന്ന എല്ലുകൾ ജീവിക്കും, സൈന്യത്തെ പോലെ കയറി വരും. ഇന്ന് നിങ്ങൾ എന്തേലും നിങ്ങളുടെ വീടിനെ നോക്കുമ്പോൾ പറയും, എൻ്റെ പിള്ളേരെല്ലാം അങ്ങനാ, എൻ്റെ മാതാപിതാക്കൾ അങ്ങനാ, എൻ്റെ സഹോദരൻ ഇങ്ങനാ. ആകെ അസ്ഥിക്കുഴി പോലെ. നിന്നെ കൊണ്ടായിരിക്കും നിന്റെ വീടിൻ്റെ അന്തരീക്ഷത്തെ ദൈവം മാറ്റുന്നത്. അക്കാലങ്ങി മറിഞ്ഞ് അസ്ഥികൂടത്തേക്കാൾ കഷ്ടമായ, തകർന്നു കിടക്കുന്ന അസ്ഥികളേക്കാൾ കഷ്ടമായ നിലയിലായിരിക്കാം എൻ്റെയും നിങ്ങളുടെയും കുടുംബം കിടക്കുന്നത്. നമ്മൾ ചെറിയ, എന്നെ ഈ വീട്ടിൽ എന്തിനാ ജനിപ്പിച്ചത്? എനിക്കെന്തിനാ ഇങ്ങനെ ഒരു ജീവിതം തന്നത്? നാട്ടിലിറങ്ങിയ നാണക്കേട്. ഇതാണോ നിന്റെ കുടുംബം? ഇത്രയും തകർന്നൊരു കുടുംബം ഈ പഞ്ചായത്തിൽ പോലും ഇല്ലല്ലോ. തകർന്ന കുടുംബത്തിൽ ദൈവം എന്തിനാ നിന്നെ നിർത്തിയത്? ആ വീടിനെ സൈന്യത്തെ പോലെ എഴുന്നേൽപ്പിക്കാൻ ആണ് നിന്നെ അവിടെ കൊണ്ടുവന്നത്. എന്നെ എന്തിനാ ഇയാളുടെ ഭാര്യയാക്കിയത്? എന്നെ എന്തിനാ? എത്രയോ നല്ല കല്യാണാലോചന വന്ന എനിക്ക് ഈ മനുഷ്യൻ്റെ ഭാര്യ ആയത് എന്തിനാ? എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് ഒത്തിരി നല്ല കല്യാണം വന്നതാണ്. ഈ മനുഷ്യനെ എനിക്ക് കല്യാണം കഴിക്കണ്ടായിരുന്നു. എൻ്റെ ജീവിതം പോയി. ഇയാൾക്കൊരു സ്നേഹവും ഇല്ല. ഇയാൾ ജീവിച്ചു വളർന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇയാൾക്ക് സ്നേഹിക്കാനോ സ്നേഹം പ്രകടിപ്പിക്കാനോ ഒട്ടുമേ അറിയത്തുമില്ല. എല്ലാത്തിനും തെറിയും ചീത്തയുമാണ്. എനിക്കെന്തിനാ ഇങ്ങനെ ജീവിതം? പലവട്ടം തോന്നിയതാ എന്തെങ്കിലും അബദ്ധം ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന്. ഈ പിള്ളേരെ ഓർത്താ ഞാനിങ്ങനെ ജീവിക്കുന്നത്. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഓർത്തു, നിന്നെ എന്തിനാ ആ വീട്ടിൽ കൊണ്ടുവന്നത്? ദൈവത്തെ അറിഞ്ഞ് നിന്നെ എന്തിനാ അയാളുടെ ഭാര്യയാക്കിയത്? ദൈവത്തെ അറിഞ്ഞ് നിന്നെ എന്തിനാ അയാളുടെ ഭർത്താവാക്കിയത്? ദൈവത്തെ അറിഞ്ഞ് നിന്നെ എന്തിനാ ആ വ്യക്തിയെ സഹോദരനായിട്ട് തന്നത്? ചിലപ്പോൾ നിന്നിലൂടെ ആയിരിക്കും ആ തകർന്ന സാഹചര്യങ്ങൾ നാളെ ഒരു സമയത്ത് മാറി ഒരു സൈന്യത്തെ പോലെ ആ വീട് എഴുന്നേൽക്കുന്നത്. നമ്മൾ കേൾക്കുന്ന ഓരോ വചനത്തിനകത്തും ഒരു അത്ഭുതമുണ്ട്. ഓരോ വചനത്തിനകത്തും. അടുത്തത്, അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. 4-ാമത്തെ വാക്യം, അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. അത് ഭയങ്കര കാര്യമാണ്. പ്രവാചകൻ ദൈവം പറയുവാണ്, നീ കുഴിയിൽ നോക്കിയിട്ട് നീ പ്രസംഗിച്ചോളാൻ പറഞ്ഞു. പ്രവചിക്കുക. ഞാൻ പ്രസംഗിക്കുന്നത്, നമ്മളൊക്കെ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് ജീവനുള്ള മനുഷ്യരോടാണ്. കണ്ണുമില്ല, മൂക്കുമില്ല, ചെവിയില്ല, കാലുമില്ല, കയ്യുമില്ല, എല്ലാം ചീഞ്ഞഴിഞ്ഞു പോയി അസ്ഥികളോട് എന്നാ പ്രസംഗിക്കാനാ? പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ സാഹചര്യത്തെ നോക്കി പ്രവചിക്കുക.
ദൈവത്തിന്റെ വചനം പറയുക. ആമേൻ. ഈ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സാഹചര്യങ്ങൾ നിന്നാൽ കയറി വരും. നിങ്ങളുടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിന് വേണ്ടി ആരാധിക്കുക, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുഴഞ്ഞു പറഞ്ഞ സാഹചര്യത്തെ കണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ഉള്ളതുകൊണ്ട് ആ ദൈവം വിളിച്ച് ഈ പള്ളിക്കകത്ത് കയറ്റിയത്. അല്ലെ പണ്ടേക്ക് പണ്ടേ ഇറങ്ങി ജീവനം കൊണ്ട് ഓടി ആ കടത്തണെ പോയിരുന്നേനെ, അല്ലെ ബസ് സ്റ്റാൻഡിൽ പോയിരുന്നേനെ, അല്ലെ വണ്ടി ഓടിച്ച് കുറേ ദൂരം മാറ്റിയിട്ട് വല്ല പാട്ടും കേട്ട് അവിടെ ഇരുന്നേനെ. ഇവിടെ ഇരിക്കാതെ കാല് മടക്കാൻ പറ്റൂല, കാല് നീട്ടാനും പറ്റൂല, ശരിക്കും ഒരു കാറ്റ് കിട്ടുന്നില്ല, ആകെ ഒരു ചൂടും പരവേശമുള്ള സ്ഥലത്തിങ്ങനെ ഇരിക്കണമെങ്കിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടാൻ ദൈവം പദ്ധതി ഇട്ടത് കൊണ്ടാണ്. എസെക്കിയേൽ ചോദിച്ചിട്ടുണ്ട്, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? എന്നെ എന്തിനാ? ഒരു പ്രവാചകനെ വച്ച് ഒരത്ഭുതം നടക്കാനുള്ള സാഹചര്യം ദൈവം അവിടെ ഉണ്ടാക്കി. ഇനി എന്നിട്ട് പറയുവാണ്, ഈ വചനങ്ങൾ നീ പറയുക, വചനം പറയുക. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുമെന്ന് അവയോട് പറയുക. ഇനി 6-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും. ഇനി ഓരോന്നുണ്ടായി വരുവാണ്, ഇല്ലാത്തതുണ്ടായി വന്നു. അസ്ഥികളുടെ മേളിൽ ഞരമ്പിനെ ദൈവം വച്ചു പിടിപ്പിച്ചു. മാംസം വളർത്തുകയും, മാംസം കൊണ്ടുവന്നു. ചർമ്മം കൊണ്ടുവന്നു. പ്രാണൻ വന്നു. ഈ മനുഷ്യൻ അവിടെ വന്ന് ആ സാഹചര്യത്തിൽ നിന്നപ്പോൾ അന്ന് വരെ ഇല്ലാതിരുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകാൻ തുടങ്ങി. എന്താ നിങ്ങളുടെ കുടുംബത്തിൽ മാംസത്തെ പോലെ, ഞരമ്പിനെ പോലെ, ചർമ്മത്തെ പോലെ, പ്രാണനെ പോലെ നഷ്ടപ്പെട്ടു പോയി എന്തെങ്കിലും ഉണ്ടോ? സമാധാനമില്ല, സ്വസ്ഥതയില്ല, കൂട്ടായ്മയില്ല, പ്രാർത്ഥനയില്ല. നീ കാരണം നിന്നിലൂടെ ഇല്ലാത്തതൊക്കെ ദൈവം അവിടെ കൊണ്ടുവരും. അതിനുവേണ്ടി ആ ദൈവം ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇനി അടുത്തത്, ഇനി ഇനി ഈ അവസാന 10-ാമത്തെ വാക്യം, അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. അടുത്ത ഭാഗം വായിച്ചേ. വളരെ വലിയ ഒരു സൈന്യം പോലെ. എന്തുപോലെ? സൈന്യം പോലെ. അസ്ഥികൂടം സൈന്യം പോലെ എഴുന്നേറ്റു. ആര് കാരണം? ഒരു എസെക്കിയേൽ കാരണം. അന്ന് എസെക്കിയേൽ പറയുവാന്നിരിക്കട്ടെ, എനിക്ക് ഈ അസ്ഥികൂടം കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്, എനിക്ക് അപ്പുറത്ത് ശുശ്രൂഷയുണ്ട്, അപ്പുറത്തൊരു കൺവെൻഷനുണ്ട്, എനിക്ക് അപ്പുറത്തൊരു പ്രോഗ്രാമുണ്ട്, അവിടെ ഒരു വീട് കയറിക്കൂടലുണ്ടെന്ന് പറഞ്ഞ് ഓടിയായിരുന്നെങ്കിൽ ഈ അത്ഭുതം നടക്കത്തില്ല. അദ്ദേഹം ആ ദൈവം നിർത്തിയ സ്ഥലത്ത് നിന്ന് പറഞ്ഞും പ്രാർത്ഥിച്ചും നിന്ന് അവിടെ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിച്ചു. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരോടും അപ്പന്മാരോടും ഒക്കെ ഞങ്ങൾ പറയുവാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച് സൈന്യത്തെ പോലെ ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കണം. അതിന് വേണ്ടെന്ന ആൾക്കാരാ നിങ്ങൾ ഓരോരുത്തരും. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മൾ കാരണമാണ് നമ്മുടെ വീട്ടിൽ സൈന്യത്തെ പോലെ അനുഗ്രഹമുള്ള അടുക്കും ചുട്ടയുമുള്ള ഒരു നല്ല തലമുറയെ നമ്മളിലൂടെ എഴുന്നേൽപ്പിക്കണം. പ്രാർത്ഥിക്കാൻ പോവുകയാണ് വിശ്വാസത്തോടെ. നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കും. എസെക്കിയേൽ പറയില്ലേ, എന്നെ എന്തിനാ ദൈവമേ ഈ അസ്ഥിയുടെ ഈ തലയോട്ടിയും കൈയുടെ എല്ലും കാലിൻ്റെ എല്ലും നട്ടെല്ലും കിടക്കുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? എന്നെ എന്തിനാ ഇങ്ങനെ വട്ടം നടത്തുന്നത്? എനിക്ക് ഭ്രാന്തൊന്നുമില്ല, എനിക്കിങ്ങനെ വട്ടൊന്നുമില്ല. അപ്പോൾ അതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്നതിന്. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ ഈ ധ്യാനമൊക്കെ ഒരുപാട് കൂടിയതാണ്, ഇതിനേക്കാൾ വലിയ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കാം. എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതിനെ തട്ടിത്തെറിപ്പിക്കരുത്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒന്നും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഒറ്റ പ്രാവശ്യം കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്കറിയാം, നിലത്തിരിക്കുന്നവർക്കൊക്കെ എഴുന്നേക്കാൻ ഇച്ചിരി പാടുണ്ട്, വിഷമമുണ്ട്, കാലൊക്കെ നീട്ടി വെച്ച് അങ്ങ് കഷ്ടിച്ചൊന്ന് ഇരുന്ന് വന്നതേ ഉള്ളൂ, അപ്പോൾ വീണ്ടും എഴുന്നേറ്റു എന്നൊക്കെ ചിന്തിക്കും. നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ മതി. പ്രാർത്ഥിക്കട്ടെ. നമ്മളൊരു കുടുംബമാകട്ടോ. നമ്മളിവിടെ നിൽക്കുന്നത് ഒരു ധ്യാനിപ്പിക്കുന്ന ഒരു വലിയ പുള്ളിയും ഞങ്ങൾ കുറേ ആൾക്കാരും എന്നല്ല. നമ്മളെല്ലാം ഒരുപോലെയാണ്. നമ്മളെല്ലാം ഒരുപോലെ ഒരു വീട്ടിലെ ആൾക്കാരാണ്. സഭാവ്യത്യാസമില്ലാതെ, ജാതിയോ മതമോ വർഗമോ നോക്കാതെ ഒരേ മനസ്സോടെ നിൽക്കുന്നവരാണ്. നമ്മൾ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? ഒരു കുറച്ചുകൂടെ നല്ല മനുഷ്യന്മാരാകാനാണ് കേട്ടോ. കുറച്ചുകൂടെ നല്ല മനുഷ്യന്മാരാകാനാണ് ദൈവം നമ്മളിവിടെ കൊണ്ടുവന്നേ. കണ്ണുകളെ ഒന്ന് അടച്ചേ, എന്നിട്ട് പ്രാർത്ഥിച്ചേ. സന്തോഷമൊക്കെ വേഗം മറക്കും, പക്ഷേ ദുഃഖങ്ങൾ വേഗത്തിൽ മറക്കില്ല. സങ്കടങ്ങൾ മണലിലാണ് നമ്മൾ എഴുതുന്നത്, ദുഃഖങ്ങളോ പാറയുടെ പുറത്തും. അങ്ങനെയാ മനുഷ്യൻ. സങ്കടങ്ങൾ, കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ച സന്തോഷമൊക്കെ നമ്മൾ മറന്നുപോയി. പക്ഷെ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം നമ്മൾ അനുഭവിച്ച ആ വിഷമം, ആ വേദന ഇന്നും മറന്നിട്ടില്ല.
സങ്കടങ്ങളെല്ലാം മറക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കല്ലിൽ എഴുതിയതുപോലെ, കല്ലിൽ കൊത്തിയതുപോലെ കിടക്കുവാണ്. കണ്ണുകളൊക്കെ നടച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ചില വ്യത്യാസമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇനി ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോയിലേക്കൊന്നും ഓടണ്ട. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പിള്ളേരുടെ ഫോട്ടോയൊക്കെ വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ പിള്ളേരുടെ ഫോട്ടോയൊക്കെ വെറുതെ അവിടെ ഇവിടേക്ക് ഇരിപ്പില്ലേ, അത് ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ നിയോഗം എഴുതി ഒരു പിൻ ചെയ്ത് നിങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ അയക്കണം. ഈ 2 ബോക്സിൽ ആ ഫോട്ടോയും പേരുമിട്ട് പ്രാർത്ഥിക്കണം. എന്നും വചനം പറയാൻ കയറി നിൽക്കുന്ന ഒരു മധുബഹയാണിത്. ഇവിടെ നിന്ന് വചനം പറയുമ്പോൾ ആ മക്കളുടെ ഫോട്ടോയോട് ചേർന്ന് അവരുടെ നിയോഗം എഴുതി വെച്ച് അതേ പ്രാർത്ഥനകൾ ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. 1 മുതൽ 15 ദിവസം. കുറേ മാർക്ക് കിട്ടാൻ മാത്രമല്ല, സൈന്യത്തെ പോലെ ഒരു തലമുറയെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. എല്ലാവരും രക്ഷപ്പെട്ടു വരണം. അനേകർ അസൂയയില്ലാതെ പ്രാർത്ഥിക്കുവാണ്. അയ്യോ പുള്ളി എന്നേക്കാൾ രക്ഷപ്പെടുവോ, അയ്യോ പുള്ളി എന്നേക്കാൾ കയറി പോവോ, എന്നേക്കാൾ കയറി വരട്ടെന്നേ, എന്നേക്കാൾ കൂടുതൽ രക്ഷപ്പെടട്ടെന്നേ. അത് അസൂയയില്ലാത്ത മനസ്സോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്ന് കണ്ണുകളടച്ച് എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ ഇടതും വലതും നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എസക്കിയേൽ പ്രവാചകനെ ദൈവം വിളിച്ചോണ്ട് വന്ന് നിർത്തിയത് ഫ്ലവർ ഷോ കാണാനല്ല, ഒരു നല്ല ആഘോഷത്തിൻ്റെ മുമ്പിലല്ല, അസ്ഥിക്കുഴിയുടെ മുമ്പിൽ. ചോദിച്ചാൽ പറയും, എന്നെ ഇവിടെ എന്നാ കാണിക്കാൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന്, എന്നാത്തിനാ അതിവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയതിൽ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ പ്രവാചകനിലൂടെയാണ് അസ്ഥിക്കുഴിയിൽ നിന്നൊരു സൈന്യം തന്നെ കയറി വന്നത്. സൈന്യം കയറി, ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാ സൈന്യം. നമ്മളിവിടെ സ്വസ്ഥമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന സൈന്യം കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. സൈന്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സൈന്യം അടുക്കും ചിട്ടയുമുള്ള ഒരു സമൂഹമാണ് സൈന്യം. 1000 പേര് ഒരുമിച്ച് പോയാലും എത്രയോ ചുട്ടയോടുകൂടെ സൈന്യമായി എഴുന്നേറ്റത്. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം ഒന്ന് അനുഗ്രഹത്തിൽ സൈന്യത്തെ പോലെ എഴുന്നേറ്റ് വരണം. ഹന്നായുടെ കുടുംബം ഓർത്ത്, പള്ളിയിൽ അച്ഛൻ ഏലിയുടെ കുടുംബം ഓർത്ത്, ഇവിടെ എസക്കിയേലിനെ ഓർത്ത്, ഇവരെ ഓരോ കാര്യങ്ങൾ കേട്ടതെല്ലാം മനസ്സിൽ കൊണ്ടുവന്ന് 2 കരങ്ങളെയും ഉയർത്തിപ്പിടിച്ച് അധരങ്ങളെല്ലാം തുറന്ന് ശബ്ദം ഉയർത്തി ഒന്ന് വിശ്വാസത്തോടെ സൈന്യം പോലെ ഒരു തലമുറ എഴുന്നേൽക്കണം. സൈന്യം പോലെ ഒരു തലമുറ എഴുന്നേൽക്കണം. സൈന്യം പോലെ ഒരു അനുഗ്രഹം കയറി വരണം. ഇതൊരു ദൈവിക അനുഗ്രഹത്തിന്റെ ഭാഗമാകണം. ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണം. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഈ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. ഈ യുവാക്കളെ അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ കരം ഇവരുടെ മേൽ വരണം. ഹല്ലേലൂയ ജീസസ്. കരങ്ങളടിച്ചൊന്ന് പാടുമോ? കാത്തല്ലോ അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. കാത്തുകാത്തല്ലോ അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞതിൽ നിന്നും കയറ്റി പാടുമോ? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞതിൽ നിന്നും അതുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സ്വസ്ഥിരമാക്കി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സ്വസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് വീശി പാടുമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ. കരങ്ങളടിച്ചും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. കരങ്ങളെ താഴ്ത്തി പാട്ടുകാരൻ പാടിയത് ഇങ്ങനെയാണ്: നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. അത് സംഭവിക്കട്ടെ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ആമേൻ. അത് സംഭവിക്കട്ടെ.